ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വിമർശനങ്ങൾ എന്ന് പറയുന്നത്. വിമർശനങ്ങൾ പറയുന്നവന് നല്ല മനസ്സുഖമുണ്ടെങ്കിലും കേൾക്കുന്നവന് അത് അത്ര മനസ്സുഖമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അയാളിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം അയാൾ ഒരു ഡിഫെൻസീവ് നേച്ചറിലേക്ക് പോവുകയും താൻ ചെയ്തത് മാത്രമാണ് ശരിയെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. രണ്ടാമത് അയാളുടെ സെൽഫ് റെസ്പെക്റ്റിനെ അത് ബാധിക്കുകയും തുടർന്ന് അത് ദേഷ്യത്തിലേക്ക് കലാശിക്കുകയും ചെയ്യാം. എന്റെ ഒരു അഭിപ്രായത്തിൽ വിമർശനങ്ങൾ കൊണ്ട് ഒരാളുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയോ ചിന്തയോ ഒന്നും മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ വിമർശനങ്ങൾ ഒരാളുടെ വളർച്ചയ്ക്കായിട്ട് സഹായിക്കണമെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ കർക്കശമായ വിമർശനങ്ങളൊക്കെ നിർത്തി വളരെ പ്ലസന്റ് ആയ രീതിയിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങുക. അത് ഒരാളുടെ വളർച്ചയ്ക്ക് സഹായമാകുമെന്ന് മാത്രമല്ല, നിങ്ങളെ കേൾക്കുവാനുള്ള അയാളുടെ മനസ്സിനെ വിശാലമാക്കുകയും ചെയ്യും. ഒരു പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്: Any fools can criticize, condemn and complain, and most fools do. But it takes character and self-control to be understanding and forgiving. So, ഇന്നു മുതൽ നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ നല്ല നല്ല നിർദ്ദേശങ്ങളായി മാറട്ടെ. അത് നമ്മുടെ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഒരാളുടെ ജീവിതത്തിലെ അവസരങ്ങളായി മാറട്ടെ.